ജീവനേകി കാത്തുവച്ച സാന്ത്വനം. കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. വാനിലുയര കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മൾ ഒത്തു നീങ്ങിടും. മീറ്റ് ദി കാൻഡിഡേറ്റിൽ നമ്മോടൊപ്പം പീരുമേട് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ചേരുകയാണ്. നമസ്കാരം. നമസ്കാരം. എത്രത്തോളം ആത്മവിശ്വാസത്തോടെയും വിജയപ്രതീക്ഷയോടെയാണ് ഈ തവണ ഇലക്ഷനെ നേരിടുന്നത്? വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി ക്യാമ്പുകളിൽ വലിയ വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്ക് നിലനിൽക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായി ഇടതുപക്ഷ MLA-മാരാണ് ഈ പീരുമേട് നിയോജകമണ്ഡലത്തിൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. പക്ഷേ ഈ പീരുമേടിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇപ്രാവശ്യം കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ പീരുമേട്ടിലും തീർച്ചയായിട്ടും ജനങ്ങൾ അപ്രകാരമുള്ള ഒരു പ്രതികരണമാണ് ഞങ്ങൾക്ക് ദർശിക്കാൻ കഴിയുന്നത്. ഞങ്ങൾക്ക് ഇപ്രാവശ്യം വലിയൊരു ശുഭപ്രതീക്ഷയുണ്ട്. ഈ പീരുമേട്ടിലെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ എന്തൊക്കെയാണ്? പീരുമേട്ടിലെ ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങളിൽ എടുത്തു പറയുകയാണ്. ഒന്ന്, തോട്ട മേഖലയിലെ ഒരു പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. അതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. 25 വർഷമായി പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളുണ്ട്. അവിടുത്തെ തൊഴിലാളികളുടെ അവരുടെ താമസ സൗകര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ വളരെയധികം ഒരു ബുദ്ധിമുട്ടുന്നു. തകർന്നു വീഴാറായ ലയങ്ങളാണ്. 25 വർഷം മുമ്പൊക്കെ എന്തെങ്കിലും അറ്റകുറ്റപ്പണി നടന്നെങ്കിലേ ഉള്ളൂ. പക്ഷേ അടഞ്ഞു കഴിഞ്ഞ ശേഷം യാതൊന്നും ചെയ്തില്ല. സർക്കാരും യാതൊരു നടപടി ആ കാര്യത്തിലൊന്നും ഉണ്ടായില്ല. ഏത് മഴക്കാലത്തും ഇടിഞ്ഞ് വീഴാവുന്ന സ്ഥിതിയിലാണ് ഈ ലയങ്ങളുടെയൊക്കെ അവസ്ഥ. ഞാൻ കഴിഞ്ഞ മഴക്കാലത്ത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇവിടെ ചീന്തലാർ തോട്ടങ്ങളിൽ ആളുകളുടെ വലിയൊരു അസ്വസ്ഥത, ആശങ്കയും അവർക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ തുറന്ന് പ്രവർത്തിക്കുന്ന തോട്ടങ്ങളിലാണെങ്കിലും ചില തോട്ടങ്ങളിൽ ഇപ്പോൾ മാസങ്ങളായി ശമ്പളം കൊടുക്കാനുണ്ട്. അവരുടെ ഗ്രാറ്റുവിറ്റിയും പ്രൊവിഡന്റ് ഫണ്ടും ഒന്നും കിട്ടാതെ നമുക്ക് റിട്ടയർഡായ തൊഴിലാളികൾ അവർക്ക് പെൻഷൻ പോലും കിട്ടത്തില്ല. എന്താണെന്ന് വെച്ചാൽ അവർ പ്രൊവിഡന്റ് ഫണ്ട് അടച്ചെങ്കിൽ മാത്രമേ. അപ്പോൾ ഇതിനൊന്നും ഒരു സർക്കാരിൻ്റെ ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ്. ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഒരു ക്രിയാത്മകമായ ഒരു നിലപാടോ അല്ലെങ്കിൽ ഒരു ഇടപെടലോ ഇല്ലാത്തത് മൂലം ഈ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. നമ്മൾ കാർഷിക മേഖലയും കൂടെ ഉൾപ്പെടുന്നതാണ്. കാർഷിക മേഖലയിൽ ഇപ്പോഴത്തെ നമ്മുടെ ഭൂമി വിഷയങ്ങളാണ്. പട്ടയം കിട്ടാനായിട്ട് വളരെയധികം ആളുകളുണ്ട്. പട്ടയത്തിന് റൂൾ 64 അനുസരിച്ച് കൊടുത്തവരും അല്ലെങ്കിൽ വനഭൂമി പട്ടയം കിട്ടാനുള്ള അപേക്ഷ അവരൊക്കെ ഏതാണ്ട് വർഷങ്ങളായി 50-60 വർഷങ്ങളായിട്ട് കൈവശം വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ 3 ജൈൻ പ്രദേശവും പീരുമേട്ടിലുണ്ട്. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകിച്ചുള്ള ഒരിതാണ് തോട്ടഭൂമികൾ വളരെ ഒരു 50 വർഷം മുമ്പൊക്കെ ആധാരം ചെയ്ത് എസ്റ്റേറ്റ് ഉടമകളുടെ ഇന്ന് അത് നിയമാനുസൃതം ആധാരം ചെയ്ത് പോക്കുവരവും ഒക്കെ ചെയ്ത് അനുഭവിച്ചാണ്. പക്ഷെ രാജമാണിക്യം കമ്മീഷൻ്റെ ഒക്കെ ഒരു നിർദ്ദേശവും അല്ലെങ്കിൽ അതൊക്കെ അനുസരിച്ച് അവർക്ക് ഇപ്പോഴ് അതിനകത്ത് കരമടയ്ക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഭൂമി വിഷയങ്ങൾ നിലനിൽക്കുന്നത് നമ്മൾ ഇടുക്കി ജില്ലയിലെ കേരളത്തിലെ പൊതുവെ ഉള്ള വിഷയങ്ങളോടൊപ്പം തന്നെ പീരുമേട്ടിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. നമുക്കറിയാം വന്യജീവി സംഘർഷം വളരെ രൂക്ഷമായ പ്രദേശങ്ങളുണ്ട്. എപ്പോഴും കാട്ടാന കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നുണ്ട്. ആളുകൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയാത്ത ഒരു 3 ജീവനുകൾ നമ്മുടെ പീരുമേട് ഈ നിയോജകമണ്ഡലത്തിൻ്റെ പരിധി വരുന്ന പ്രദേശങ്ങളിലുണ്ടായി. കരടിയും അതുപോലെ തന്നെ കാട്ടുപോത്തും അതുപോലെ കാട്ടുപന്നിയും ഒക്കെ ആക്രമിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ ഇവിടെയുണ്ട്. അതിനൊക്കെ ഒരു സാധ്യമായ ഒരു പരിഹാരം ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു പ്രതിഷേധം. പിന്നെ നമുക്കറിയാം ടൂറിസം മേഖല അനന്ത സാധ്യതയുള്ളതാണ്. വാഗമൺ പോലെ പുതിയ ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് വളർന്നു വരുന്ന പ്രദേശങ്ങൾ. പിന്നെ ചെറിയ ഒത്തിരി ടൂറിസം ഡെസ്റ്റിനേഷനുണ്ട്. ഇപ്പം പാഞ്ചാലിമേട്, പരുന്തപ്പാറ അടക്കം നമ്മുടെ തേക്കടി അടക്കമുള്ള കാര്യങ്ങൾ അവിടെയൊക്കെ ഈ ഒരു ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമോ അല്ലെങ്കിൽ ആവശ്യമായ റോഡുകളുടെ വികസനമോ ഒന്നുമില്ല. പിന്നെ നമ്മളുടെ പശ്ചാത്തല തലത്തിൽ ഈ റോഡ് വികസനങ്ങൾ വളരെയധികം കൂട്ടിപ്പൊളിഞ്ഞ റോഡുകളും പാലങ്ങളും വന്നുകൊണ്ട് കുടിവെള്ളം ഒക്കെ ഇതിനൊക്കെ ഒരു പരിഹാരം ആളുകൾക്ക് അനുയോജ്യമാകുന്ന രീതിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് പരിഹരിക്കാനായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ വന്നാൽ സാധിക്കും. ഞാൻ ഒരു 20-25 വർഷമായിട്ട് ഈ മേഖലകളിലൊക്കെ കടന്നു ചെല്ലുന്ന ആളാണ്. എനിക്കറിയാം ഓരോ സ്ഥലത്തെ വികസന ആവശ്യം എന്താണ്, അവിടുത്തെ വികസന പോരായ്മകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് ആ ബോധ്യമുണ്ട്. ഞാൻ അതിനുവേണ്ടി പലയിടത്തും ശബ്ദിച്ചിട്ടുള്ളതാണ്, സമരം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിവർത്തിക്കാനായിട്ട്
എനിക്ക് കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഈ വന്യമൃഗശല്യവും ഇവിടുത്തെ ഈ ഭൂവിഷയങ്ങളൊക്കെ പരിഹരിക്കാൻ എന്തൊക്കെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ നടപടികളാണ് UDF ആലോചിച്ച് വെച്ചിരിക്കുന്നത്? നമുക്ക് UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ അതിന് UDFന്റെ ഭാഗത്ത് പല നിർദ്ദേശങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ ആവശ്യമായിട്ടുള്ള ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം. നമുക്കറിയാം അതിനാവശ്യമായിട്ടുണ്ട് പ്രതിരോധ നടപടികളാണ് ആദ്യം വേണ്ടത്. അതുപോലെ തന്നെ കൃഷി നശിപ്പിക്കുന്നവർക്ക് അവർക്ക് നഷ്ടപരിഹാരം അടക്കമുള്ളത് അത് ഉടനെ തന്നെ ലഭ്യമാകും. അതുപോലെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ അത് ആദ്യം ഉണ്ടായതിന് ശേഷം പരിതപിക്കുകയല്ല, അതിനു മുമ്പ് ആവശ്യമായ മുൻകരുതലുകൾ, അതുപോലെ തന്നെ മറ്റുള്ള പ്രതിരോധ മാർഗങ്ങൾ അതൊക്കെ വികസിച്ചെടുക്കണം. ഈ പലപ്പോഴും ഇവിടെ വരുന്നത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കുറേ സമരങ്ങളും കുറേ പ്രസ്താവനകളും നടത്തുന്നതല്ല, അതിനൊരു പരിഹാര മാർഗത്തിലേക്ക് വരുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. അതിന് ഒരു മാറ്റം ഉണ്ടാകണം. ഈ മുമ്പ് മത്സരിച്ചപ്പോൾ ഉണ്ടായ പരാജയ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി അതിനെ പഠിച്ച് അതിനെ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടെത്തിയാണ് ഈ തവണ ഇലക്ഷനെ നേരിടുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം ഞാൻ വളരെ ചെറിയ വോട്ടിനാണ് തോറ്റത്. അന്ന് ഉണ്ടായ ഒരു സാഹചര്യം ഒരു ഇടതുപക്ഷ ട്രെൻഡ് നിലനിൽക്കുന്ന സാഹചര്യമാണെന്ന് എനിക്ക് അറിയാവുന്നത്. ഇപ്പോൾ അതല്ല, ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഞാനാണെങ്കിലും കഴിഞ്ഞ 2 പ്രാവശ്യം പരാജയപ്പെട്ടപ്പോഴും ഞാൻ ഇവിടെ ഈ ജനങ്ങളോടൊപ്പം നിന്നു. ആ ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ പോലും പിന്മാറാതെ നിന്ന ഒരു ഇതുണ്ട് അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാനൊക്കും ഈ പ്രാവശ്യം ആളുകളെ എനിക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു സ്ഥിതി നിലനിൽക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തിയത്? ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് വരുന്നത് എൻ്റെ പിതാവ് നിങ്ങൾക്കറിയാവുന്നവരുടെ MLA ആയിരുന്നു KK തോമസ്. ഞാൻ ചെറുപ്പം മുതലേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം കണ്ടു വളർന്ന ആളാണ്. അദ്ദേഹം വളരെ ആദർശവാനും അതുപോലെ തന്നെ ആളുകളോട് അവരോട് വളരെ സഹാനുഭൂതിയോടും അതുപോലെ തന്നെ സത്യസന്ധമായും ആത്മാർത്ഥമായും പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ച് ഇപ്പോൾ 23 വർഷമായെങ്കിലും ഈ പീരുമേട്ടിലെ ആളുകൾ ഇടുക്കി ജില്ലയിലെ കേരളത്തിലെ തന്നെ വളരെയധികം അദ്ദേഹത്തോടെ അംഗീകാരത്തോടുകൂടിയാണ് ആളുകൾ വിലയിരുത്തുന്നത്. അപ്പോൾ അതാണ് എൻ്റെ മനസ്സിൽ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ KSUവിലൂടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ KSUവിലൂടെ ഞാൻ പ്രവർത്തനത്തിൽ വന്നു. അന്ന് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. ഞാൻ ലോ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്ക് KSUവിൻ്റെ അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. വളരെ നല്ല രീതിയിൽ അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ തൊടുപുഴ, കട്ടപ്പന, അതുപോലെ പീരുമേട് കോടതിയിൽ വന്ന് ഞാൻ വർഷങ്ങളോളം ഞാൻ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തു. അതോടൊപ്പം തന്നെ ഞാൻ INTUCയിലും കോൺഗ്രസ് പാർട്ടിയിലും സജീവമായിട്ട് വന്നു. എൻ്റെ പിതാവിൻ്റെ മരണശേഷം ഞാൻ അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന ഹൈറേഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ്റെ പ്രസിഡൻ്റായി. ഞാൻ തോട്ടമേഖലയിൽ ട്രേഡ് യൂണിയൻ രാഷ്ട്രീയത്തിൽ സജീവമായി. എല്ലാ ഇതിലും INTUC സംസ്ഥാന തലത്തിൽ INTUCയിലും അതുപോലെ തന്നെ നമ്മൾ ജില്ലാ തലത്തിൽ കോൺഗ്രസ് പാർട്ടിയിലും സുപ്രധാന പോസ്റ്റുകൾ വഹിക്കുകയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ DCC ജനറൽ സെക്രട്ടറി എന്ന നിലയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ ഈ ആളുകളോടൊപ്പം എന്തും ഉണ്ടായി. ഈ വാഴൂർ സോമൻ MLAയുടെ ഒരു നിര്യാണം, അദ്ദേഹത്തിന്റെ ആ ഒരു വേർപാട് LDF കേന്ദ്രങ്ങൾക്ക് അനുകൂലമാവുന്നൊരു സാഹചര്യമുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം ഞാൻ കാണുന്നില്ല. എന്നുവെച്ചാൽ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം എന്നെ പരാജയപ്പെടുത്തിയെന്നുള്ളത് ശരിയാണ്. പക്ഷെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യവും ഒരു ഇടതുപക്ഷ ട്രെൻഡ് ഭയങ്കര ശക്തമായിട്ട് നിന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു പരാജയം സംഭവിച്ചത്. ഇപ്രാവശ്യം അതൊക്കെ മാറി UDFന് അനുകൂലമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിര്യാണം നമുക്കെല്ലാം വേദനാജനകമാണ്. പക്ഷേ അത് നമ്മളുടെ UDFന്റെ ഒരു ജയപ്രതീക്ഷയെ ബാധിക്കുമെന്ന് തോന്നുന്നില്ല. ജയിച്ചു വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു 100 ദിനങ്ങൾ അല്ലെങ്കിൽ ഇത്ര ദിനങ്ങൾക്കകം ചെയ്ത് തീർക്കേണ്ട ഇത്ര കർമ്മ പദ്ധതികൾ അങ്ങനെ എന്തെങ്കിലും മനസ്സിലാവിഷ്കരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും തോട്ടമേഖലയിലെ പ്രശ്നങ്ങൾ അടിയന്തരമായി ഇടപെടണം. അതുപോലെ തന്നെ ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് പട്ടയം ലഭിക്കാനുള്ള അടക്കമുള്ള വിഷയങ്ങൾ, ഭൂമി വിഷയങ്ങൾ, അതിനൊരു പരിഹാരം ഉണ്ടാകണം. നമ്മുടെ ഒരു സർക്കാർ, ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ വന്നാൽ അതിന് ഞങ്ങൾക്ക് ഐക്യജനാധിപത്യ മുന്നണിക്ക് തന്നെ അതിന് നിർദ്ദേശങ്ങളുണ്ട്, പരിഹാരം ബദൽ മാർഗങ്ങളുണ്ട്. അപ്പോൾ അത് നടപ്പാക്കാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ ഇവിടെ ഞാൻ കടന്നു വരുമ്പോൾ കുറേയധികം റോഡുകളുടെയൊക്കെ പ്രശ്നമുണ്ട്. ഇപ്പം തന്നെ ഇവിടെ പശുപ്പാറ റോഡ് വർഷങ്ങളായിട്ട് തകർന്നു കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കൊച്ചേരത്തെ പുല്ലാട്ടുപടി പാലം എന്ന് പറയുന്ന അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെ ഒത്തിരി കുടിവെള്ളത്തിന്റെ വിഷയങ്ങൾ. ഈ ഒരു മെയിൻ റോഡുകൾ മാത്രമാണോ നന്നാക്കിയിട്ടുള്ളത്? ഗ്രാമീണ റോഡുകളെല്ലാം തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥ. ഗ്രാമീണ റോഡുകളാണ് തകർന്നു കിടക്കുന്നത്. ഗ്രാമീണ റോഡുകൾ ഇപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട 1-2 റോഡിലൊക്കെ ചില വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഗ്രാമീണ റോഡിൽ വളരെ മോശപ്പെട്ട ഒരു സ്ഥിതിയാണ്. ഇപ്പോഴും ഞാൻ ഈ സ്ഥാനാർത്ഥി പര്യടനമൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ
ആളുകളുടെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഞങ്ങളുടെ റോഡ് ശരിയാക്കി തരണം എന്നുള്ള. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് അതിനകത്ത് ഈ റോഡുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, സാധ്യമായ കാര്യങ്ങൾ ആദ്യത്തെ 100 ദിവസം തന്നെ ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ടൂറിസത്തിന് എന്തൊക്കെ പ്രാധാന്യങ്ങളാണ്? ടൂറിസം മേഖല ഇവിടെ എങ്ങനെയാണ്? അപ്പൊ നമ്മൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ടൂറിസം മേഖലയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഈ ടൂറിസം മേഖലയിൽ വളരെയധികം പദ്ധതി, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വേണ്ടത്. റോഡുകൾ, അതുപോലെ തന്നെ നമ്മൾ ടോയ്ലറ്റ് സംവിധാനങ്ങളൊന്നും പലയിടത്തും ഇല്ല. വാഗമണ്ണി പോലും ഇതൊക്കെ ലഭ്യമല്ലാത്തതാണ്. നമുക്ക് വളരെയധികം ടൂറിസം ഡെസ്റ്റിനേഷനുകളുണ്ട്, പക്ഷെ അതൊക്കെ ഒന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ഇതിനൊക്കെ വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കണം. എൻ്റെ ഒരു കാഴ്ചപ്പാട് പീരുമേട് ടൂറിസം മേഖലയിൽ വലിയ വികസനം നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതിനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു വികസനം നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടപ്പാക്കാൻ കഴിയണം. ഈ പീരുമേട് കുടിവെള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം മുൻപന്തിയിലാണോ അതോ പിന്നോക്കമാണോ? അത് നമ്മൾ ജയിച്ചു വന്നാൽ അതിന് എന്തെങ്കിലും ഒരു പരിഹാരങ്ങളുണ്ടോ? കുടിവെള്ള പ്രശ്നവും പലരും ഉന്നയിക്കുന്നുണ്ട് പലയിടത്തും. അപ്പോൾ അതുപോലെ തന്നെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഒക്കെ പലയിടത്തും ഇല്ല. അതൊക്കെ നമുക്ക് ഉണ്ടാകേണ്ട കാര്യമാണ്. ഒക്കെ നമുക്ക് ജയിച്ചു വരുമ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു മുൻഗണന കൊടുത്തുകൊണ്ട് സാധ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത്രയും നാൾക്കൊരു LDFന്റെ കാലത്ത് ഒരു ഭരണകാലം, അവരുടെ ഒരു പീരുമേടിന്റെ ഒരു ഭരണകാലം എങ്ങനെ നമ്മൾ വിലയിരുത്തുന്നത്? അതൊരു വികസന മുരടിപ്പിന്റെ കാലഘട്ടമായിട്ടാണ് ഞാനത് വിലയിരുത്തുന്നത്. ഇപ്പം ഞാൻ മുമ്പ് സൂര്യതോട്ട മേഖലയിലും മറ്റ് സാധാരണക്കാർക്കും ഒക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്, അത് പരിഹരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ റോഡ് വികസനം അടക്കമുള്ള കുടിവെള്ള പ്രശ്നങ്ങളൊക്കെ അതൊന്നും പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം. അതൊക്കെ പല കാര്യങ്ങളും. ഇപ്പം നമ്മൾ നല്ല സർക്കാർ ആശുപത്രികളിലെ കുറേ കെട്ടിടങ്ങൾ പലതും കൂട്ടിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരിടത്തും ആരോഗ്യ മേഖല ഇവിടെ ഡോക്ടർമാരില്ല എന്നുള്ളത് വലിയൊരു വസ്തു. അതുപോലെ തന്നെ മറ്റുള്ള ചികിത്സാ സൗകര്യങ്ങൾ ആധുനികമായ രീതിയിലുള്ളത് ഇല്ല. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് ആ രീതിയിലുള്ള ഒരു സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു പരിഹാരമുണ്ടായിട്ടില്ല. പലയിടത്തും കിടത്തി ചികിത്സ നിന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പുതറ ആശുപത്രി പോലുള്ള ആശുപത്രികളിലൊക്കെ നേരത്തെ അങ്ങനെ ഉണ്ടായി. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോഴും 2 ഡോക്ടർമാരൂടെ പോവുക. അപ്പോൾ അവിടുത്തെ കിടത്തി ചികിത്സ നിന്നു പോകും. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആളുകൾക്ക് ആശങ്കയുണ്ട്. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കാൻ പറ്റാത്തൊരു സ്ഥിതി. ഇവിടുത്തെ ഇത് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ടെല്ലാം തന്നെ ഉയർത്തിയിട്ടുണ്ടോ? ഇവിടെ കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇപ്പോൾ ഉപ്പുതറ ആശുപത്രിയൊക്കെ സ്റ്റാറ്റസ് പുറകോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് ഡോക്ടർമാർക്ക് എണ്ണവും കുറഞ്ഞു. അതുകൊണ്ട് സ്ഥിരം രാത്രിയിൽ ഡോക്ടർമാരില്ലാത്തതിൻ്റെ ഒരു കാര്യത്തിൽ കിടത്തി ചികിത്സ പോലും നടന്ന് ഞങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വണ്ടിപ്പെരിയാർ ആശുപത്രി PSC അവിടെ ഞങ്ങൾ സമരങ്ങൾ നടത്തിയാണ്. CSC ആണ് അതവിടെ. അവിടെ സമരം നടത്തിയ അവിടെ ഡോക്ടർമാരില്ലാത്തതുകൊണ്ട് അവിടെ രാത്രി കാലങ്ങളിൽ രോഗികളെ കിടത്തി ചികിത്സിക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടർമാരുടെ പോസ്റ്റ് 8 or 9 ഉണ്ട്, പക്ഷേ 1 or 2 പേര് മാത്രമാണ് അവിടെ ഉള്ളത്. അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം. ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. NDAയും ശക്തമായ ശക്തമായ ത്രികോണ മത്സരമാണ് പീരുമേട് നടക്കുന്നത്. അപ്പം ഈ മതസമുദായിക രീതിയിൽ അല്ലെങ്കിൽ സംഘടന അങ്ങനെ വോട്ടുകൾ വിഭജിക്കപ്പെടാനുള്ള ഒരു സാധ്യത കണക്കാക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. നമുക്ക് അനുകൂലമായി ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ അത് നേരിട്ടുള്ള മത്സരമോ ത്രികോണ മത്സരമായാലും നമുക്ക് UDFന് ഇപ്രാവശ്യം ജയിച്ച് വരാൻ കഴിയും. എനിക്കൊരു വിജയ സാധ്യത വളരെ കൂടുതലാണ്. UDFനെതിരായിട്ടുള്ള വിമർശനങ്ങൾ എങ്ങനെയാണ് ഇത് നോക്കിക്കാണുന്നത്? UDFനെതിരെ അങ്ങനെ ഒരു വിമർശനമില്ല. ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഈ 10 വർഷം ഞാൻ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഞാനും മത്സരിച്ച് പരാജയപ്പെട്ടാണ്. അതിൽ 20 വർഷമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു MLAമാരാണ്. അവരുടെ ഈ ഇങ്ങനെയുള്ള ഈ ജനങ്ങളെ അവഗണിച്ചുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങൾ എന്നും പ്രതിരോധിച്ച് തന്നെയാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ UDFനകത്ത് ഇപ്രാവശ്യം കൂടുതൽ ഐക്യം ഉണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേകത. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിമർശനങ്ങളൊന്നും UDFന് നേരെ ഉണ്ടാകുന്നില്ല. ജനങ്ങൾക്ക് ഇപ്രാവശ്യം UDFൽ വിശ്വാസം തന്നെയാണ് ഉണ്ടെന്നാണ്. ഈ നമ്മുടെ പുതുതലമുറയിലെ യുവജനങ്ങളെ ആകർഷിക്കാനും അതുപോലെ വോട്ടിലെന്തെങ്കിലും ഒരു വ്യത്യസ്ത പ്രചരണ രീതി കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയകളൊക്കെ പ്രയോജനപ്പെടുത്തും. എങ്ങനെയാണ് ഒരു പ്രചരണത്തിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ? തീർച്ചയായും നമുക്ക് അതിനുവേണ്ടി ഒരു ടീം തന്നെയുണ്ട്. ചെറുപ്പക്കാർ തന്നെയാണ് അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മളൊന്ന് പരിശോധിച്ചാൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ നമ്മൾ ചെറുപ്പക്കാരുടെ ഒരു അവർക്ക് കൂടുതൽ അംഗീകാരം നൽകിയാണ് നമ്മളുടെ ഇവിടെ പഞ്ചായത്ത് ജനപ്രതിനിധികളൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്,
ഏലപ്പാറ അടക്കമുള്ളിടത്ത്. അതുപോലെ തന്നെ മറ്റ് എല്ലാ ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ ആണെങ്കിലും നമ്മൾ യുവാക്കൾക്ക് കൂടുതൽ പരിഗണന കൊടുത്തു. അപ്പോൾ അവരുടെ ഒരു ജയം നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. സോഷ്യൽ മീഡിയ അടക്കമുള്ള കാര്യങ്ങളിൽ അവരും നല്ല പ്രചരണ രംഗത്തുണ്ട്. പുതിയ രീതിയിൽ നമ്മൾ ഇലക്ഷൻ പ്രചരണമൊക്കെ ഇപ്പോൾ മാറി വരികയാണല്ലോ. അവർ റോഡ് ഷോകളും മറ്റുള്ളതും ഒക്കെ നടത്താൻ അവർ വളരെ ആവേശത്തോടുകൂടി മുന്നിലുണ്ട്. ഘടകകക്ഷികൾക്ക് നല്ല സ്വാധീനമുള്ള ഒരു മേഖലയാണോ പീരുമേട്? അവരുടെ ഒരു സപ്പോർട്ടും സഹകരണവും ഒക്കെ എങ്ങനെയാണ്? ഘടകകക്ഷികൾക്ക് പീരുമേട് താലൂക്കിൽ ചില പ്രദേശങ്ങളിലൊക്കെ അവർക്ക് സ്വാധീനമുണ്ട്. അവർ വളരെ ഉറച്ച പിന്തുണയാണ് എനിക്ക് ഇപ്രാവശ്യം ഇക്കാര്യത്തിൽ തരുന്നത്. അവരെ എല്ലാം വളരെ ഐക്യത്തോടുകൂടി ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നമ്മള് പീരുമേട് എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ വാക്കിൽ നമുക്ക് പീരുമേടിനെ കുറിച്ച് എന്താണ് പറയാൻ പറ്റുക? പീരുമേടിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ സ്നേഹമുള്ള ആളുകളുടെ ഒരു മണ്ഡലമാണ്. ഞാനത് അനുഭവിച്ചറിയുന്നതാണ്. ഞാൻ പലപ്പോഴും കടന്നു വരുമ്പോൾ എൻ്റെ പിതാവിനോടുള്ള സ്നേഹവാത്സല്യങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. പിന്നെ എന്നോടും പ്രത്യേകിച്ച് ഒരു താല്പര്യങ്ങളുണ്ട്. വളരെ സ്നേഹമുള്ള, വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ, തോട്ടം തൊഴിലാളികൾ, സാധാരണക്കാരൊക്കെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പീരുമേട് നിയമം. പീരുമേടിലെ അവസാനമായിട്ട് പീരുമേടിലെ ഓരോ ജനങ്ങളോടും വോട്ടർമാരോടും അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? എനിക്കൊരു അവസരം തരണമെന്നാണ് ഞാൻ പറയാനുള്ളത്. ഞാൻ കഴിഞ്ഞ കുറേ നാളായി പൊതുപ്രവർത്തനത്തിലുണ്ടെങ്കിലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കും. ഈ നാടിൻ്റെ ഞാൻ മുമ്പ് എൻ്റെ മനസ്സിലുള്ള ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തിലും അതുപോലെ തന്നെ ജനക്ഷേമ പദ്ധതികളുമൊക്കെ അതൊക്കെ നടപ്പാക്കാനായിട്ട് ഒരവസരം തരണമെന്ന് ഞാൻ നമ്മുടെ ആളോട് ആവശ്യപ്പെടുകയാണ്. കാരണം കഴിഞ്ഞ 2 പ്രാവശ്യവും എൻ്റെ മനസ്സിൽ വളരെയധികം ആശയങ്ങളുണ്ടായിരുന്നു. ഇവരുടെ ഈ പീരുമേടിൻ്റെ ചില കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ഉള്ളത്. അത് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ വോട്ടിന് ഞാൻ തോൽക്കുമ്പോൾ എനിക്ക് അത് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഞാൻ വളരെ സജീവമായിട്ട് നിന്നുകൊണ്ട്, ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് സാധാരണക്കാരൻ്റെ വികാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, ഈ പീരുമേടിൻ്റെ വികസന ആവശ്യങ്ങൾ എന്താണ്, അവിടെ എന്തൊക്കെയാണ് പോരായ്മകളെന്നൊക്കെ മനസ്സിലാക്കി ഞാൻ നിന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു അവസരം തരണം എന്ന് തന്നെയാണ് എൻ്റെ ഇത്. അതെനിക്ക് ഇവിടുത്തെ പീരുമേടിലെ വോട്ടർമാർ തരുമെന്ന് ഉറച്ച വിശ്വാസവും എനിക്കുണ്ട്. മീറ്റ് ദി കാൻഡിഡേറ്റിൽ നമ്മളോടൊപ്പം ഇതുവരെ പീരുമേടിന്റെ വികസനങ്ങളും പോരായ്മകളും എല്ലാം പങ്കുവച്ചത് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ആണ്. തികഞ്ഞ വിജയപ്രതീക്ഷയോടെയാണ് ഈ തവണ അദ്ദേഹം ഇലക്ഷനെ നേരിടുന്നത്. നമ്മുടെ മീറ്റ് ദി കാൻഡിഡേറ്റിന്റെ എല്ലാ വിജയാശംസകളും അദ്ദേഹത്തിന് നേരുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. കോൺഗ്രസാണ് ഭാരതത്തിൽ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും.